കൂൺ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ അതിൻ്റെ വിജയവീതിയിലേക്ക് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒന്ന്, നല്ല വിത്തിൻ്റെ ലഭ്യതയാണ്. രണ്ടാമത്തേത്, മാധ്യമം അഥവാ അസംസ്കൃത വസ്തു കുറഞ്ഞ ചെലവിൽ ലഭിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ആവശ്യത്തിന് വെള്ളവും. നാലാമത്തേതായി, മഴക്കാലത്തെ കാലാവസ്ഥയുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ 5ാമത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട വിധത്തിലാണ് നാം കാണേണ്ടത്. അതായത്, കൂൺ കൃഷിക്ക് ഇറങ്ങുന്ന ആൾ ഒരു കർഷക മനസ്സുള്ള ആളായിരിക്കണം എന്നുള്ളതാണ് ആ വിഷയം. കാർഷിക മനസ്സില്ലായ്മയാണ് പലപ്പോഴും കൂൺ കൃഷി ആരംഭിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടാൻ കാരണം. 5 കാര്യങ്ങളിൽ പറഞ്ഞു വെച്ച മഴക്കാലത്തെ കാലാവസ്ഥ എന്ന വിഷയം മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുക. നമുക്കറിയാം, മഴക്കാലത്തെ കാലാവസ്ഥയിലാണ് സ്വാഭാവിക പ്രകൃതിയിൽ കൂണുകൾ ഉണ്ടാവുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറമ്പിലും പാടത്തിലും തോട്ടങ്ങളിലുമൊക്കെ കൂണുകൾ നാം കാണാറുണ്ട്, നാം പറിച്ച് ഉപയോഗിക്കാറുമുണ്ട്. കൂണുകൾ ഉണ്ടാവുന്നത് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാവുമ്പോഴാണ്. ഈ അനുകൂല കാലാവസ്ഥയെ നാം കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കുന്നതിനെയാണ് മഴക്കാലത്തെ കാലാവസ്ഥ കൂൺ കൃഷിയിൽ പ്രസക്തമാവുന്നത്. ആവശ്യത്തിന് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും നിലനിൽക്കുന്ന ഒരിടം, അവിടെ മറ്റ് കീടങ്ങളുടെയോ മറ്റ് ജീവജാലങ്ങളുടെയോ ശല്യമില്ലാത്ത ഒരിടം, ഇത്തരം സ്ഥലങ്ങളാണ് കൂൺ കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എന്ന് പറയുമ്പോൾ ഒരു 25-27 ഡിഗ്രി ടെമ്പറേച്ചറും 80 മുകളിലേക്ക് 95 വരെ ഹ്യൂമിഡിറ്റിയും നിലനിർത്താനായിട്ട് നമുക്ക് കഴിയണം. മുൻകാലങ്ങളിൽ ചാക്ക് നനച്ചിട്ടും മണൽ നിരത്തിയും ഒക്കെയായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ കൂൺ ഫാമിനകത്ത് നിലനിർത്തിയിരുന്നത്. എന്നാൽ പിന്നീട് ഫാനുകളുടെ ഉപയോഗവും ഫോഗർ പോലെയുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ച് പ്രത്യേക രീതിയിൽ നനച്ചും കൂൺ ഫാമിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി. കേവലം ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചുള്ള ഷെഡുകളും വീടുകളുടെ മുറികളും ഒക്കെയായിരുന്നു കൂൺ കൃഷിക്ക് കർഷകൻ തിരഞ്ഞെടുത്തത്. പിന്നീട് അങ്ങോട്ട് ഹ്യൂമിഡിഫയർ പോലെയുള്ള ഉപകരണങ്ങൾ വെച്ച് ചൂടും ഈർപ്പവും നിലനിർത്താനായിട്ട് കർഷകൻ ശ്രമിച്ചു. ഇതിനകത്ത് നല്ല വായുസഞ്ചാരം വേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സംവിധാനങ്ങൾ ഒരുക്കാത്ത, ആവശ്യത്തിന് വായുസഞ്ചാരമില്ലാത്ത ഫാമുകളിൽ കൂൺ കൃഷി അമ്പേ പരാജയമായിരിക്കും. ഷെഡിൻ്റെ നിശ്ചിത സ്ഥലങ്ങളിൽ ഫാനുകൾ ക്രമീകരിച്ച് വായുസഞ്ചാരം ഉറപ്പാക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുകയും ഓക്സിജനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് കൂൺ കൃഷിക്കാവശ്യമായ, കൂൺ വളരുന്നതിനാവശ്യമായ വായു സഞ്ചാരം ഉണ്ടാകുക. വായുവിൻ്റെ ലഭ്യത കൂൺ കൃഷിയുടെ വിജയത്തിന്, കൂണുകളുടെ രൂപഭംഗിക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ സമീപകാലത്ത് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളെയോ വിദേശങ്ങളെയോ ഒക്കെ പോലെ ഹൈടെക് ഫാമുകൾക്ക് രൂപം കൊടുക്കുകയും കൂൺ കൃഷി വൻതോതിൽ വിജയസാധ്യതയുള്ള ജോലിയായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഹൈടെക് ഫാം എന്ന് പറയുമ്പോൾ അത് തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ളതുണ്ട്. ഫാൻ ആൻഡ് പാഡ് സംവിധാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഹൈടെക് കൂൺ ഫാം നമ്മുടെ കാലാവസ്ഥയിൽ ഒരു വിജയമായി തീർന്നിട്ടുണ്ട്. കുറയ്ക്കുന്നതിന് അലൂമിനിയം ബബിൾ ഷീറ്റ് പോലെയുള്ള ഇൻസുലേഷൻ ഉപയോഗിച്ചു തുടങ്ങിയതോടുകൂടി ചൂട് ക്രമേണ കുറയ്ക്കുവാനും ഫാൻ ആൻഡ് പാഡിൻ്റെ പ്രവർത്തനത്തോടുകൂടി മഴക്കാലത്തിൻ്റെ തനത് സ്വഭാവം കൂൺ ഷെഡിനകത്ത് നിലനിർത്താനും കർഷകന് സാധിക്കുന്നു. വർഷം മുഴുവൻ വർഷകാലത്തെ കാലാവസ്ഥ കൂൺ ഷെഡിൽ നിലനിർത്തുന്നത് വഴി കൂൺ കൃഷി വൻ വിജയത്തിലേക്ക് മാറ്റാം. ഉണ്ടാവുന്നത് അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാവുമ്പോഴാണ്.